ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു വെജിറ്റേറിയൻ വിഭവം, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുലാവ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോയ പനീർ പുലാവ്. ആദ്യം തന്നെ നമുക്ക് ഒരു അരക്കപ്പ് സോയ ചങ്ക്സ് എടുത്ത് നല്ല ചൂടുവെള്ളത്തിലൊന്നിട്ട് കുതിർക്കാൻ വെക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് വെള്ളമൊക്കെ നന്നായിട്ട് തോർത്തി പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു 2 കപ്പ് തൈരും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ 2 പച്ചമുളകും നെടുകെ പിളർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അപ്പം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും എടുത്ത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആണല്ലോ. കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസും ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ ഒരു 8-10 പീസ് പനീറും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പിടി മല്ലിയില, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം, അതായത് ബേ ലീവ്സ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ജാതിക്കയുടെ തോല, അങ്ങനെയുള്ള സ്പൈസസ് എല്ലാം. അപ്പോൾ ഇത്ര ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പുലാവിനായി ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബസുമതി റൈസാണ്. 1 കപ്പ് ബസുമതി റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റോളം ഞാനിത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴുകി വെള്ളം ഒക്കെ വാർന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പം ഞാൻ നമ്മുടെ പുലാവ് കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കുമ്പോൾ അതിലേക്ക് 4 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 4 സ്പൂൺ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടർ നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം തീ ലോ ഫ്ലെയിം ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മസാല പുരട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും പനീറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു പിടി മല്ലിയിലയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബസുമതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ 2 വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ടാകും. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കറിയണ്ടേ, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പുലാവ് ആവിയൊക്കെ പോയിട്ട് ഇവിടെ റെഡി ആയിട്ടിരിപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. സോയ പനീർ പുലാവ് എന്ത് പെട്ടെന്നാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സ്പെഷ്യലി ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണിത്. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത് ഒരു പപ്പടവും ഒരു റൈത്ത, തൈരിൻ്റെ ഒരു സലാഡും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്